ഹലോ എവ്രി വൺ. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് ആ ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടാണ്. ഇതിന് മുന്നിലുള്ള പാർട്ടുകൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. എന്നാൽ എനിക്ക് എന്തൊക്കെ പോരായ്മകളാണ് ക്ലാസ്സിനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോയിലൂടെ എനിക്കത് തിരുത്താനായിട്ട് പറ്റും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രതിബിംബ രൂപീകരണമായിരുന്നു പഠിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ വസ്തുവിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം ഏതോ ഒരു പോയിന്റിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിപ്പോൾ നമ്മൾ വസ്തുവിനെ F2-ൻ്റെയും 2F2-ൻ്റെയും ഇടയിലാണ് നമ്മൾ വസ്തുവിനെ വെച്ചിട്ടുള്ളതെങ്കിൽ പ്രതിബിംബം ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിട്ട് ഉണ്ടായെന്നും പഠിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെയും ഇടയിലാണ്, അല്ലെ ഇതിൻ്റെയും ഇടയിലാണെന്ന് മാത്രം പറയാനേ കഴിഞ്ഞ ക്ലാസ്സിൽ പറ്റിയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലെൻസിൽ നിന്നും എത്ര ദൂരത്താണ് നമ്മൾ വസ്തുവിനെ വെച്ചത്, അല്ലെങ്കിൽ ലെൻസിൽ നിന്നും എത്ര ദൂരത്താണ് നമുക്ക് പ്രതിബിംബം രൂപീകരിക്കാൻ പറ്റിയത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുവിലേക്കുള്ള ദൂരവും പിന്നെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒക്കെ നമ്മൾ ലെൻസ് സമവാക്യം ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ലെൻസ് ഇക്വേഷൻ എന്താണ്? വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒക്കെ നമ്മൾ ലെൻസ് സമവാക്യം വെച്ചിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ ലെൻസ് സമവാക്യത്തിൽ നമുക്ക് 3 ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോക്കൽ ലെങ്ത് അല്ലെ. ഫോക്കൽ ലെങ്ത് എന്താ? ഫോക്കൽ ദൂരം അല്ലെ. ഫോക്കസ് ദൂരമാണ് ഇതിലെ എഫ്. പിന്നെ ഉള്ളതാണ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം. എന്താണ്? വസ്തുവിലേക്കുള്ള ദൂരം. അടുത്തതാണ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പൊ 3 ആൾക്കാർ ആരൊക്കെ? എഫും യുവും വിയും. ആരൊക്കെ? എഫും യുവും വിയും. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം, യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഈ 3 ആൾക്കാരെയും വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ ലെൻസ് സമവാക്യം. എന്താണ്? ലെൻസ് സമവാക്യം. ലെൻസിലെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ഫോക്കസ് ദൂരം എന്നിവയാണ് നാം പരിഗണിക്കുന്നത്. ചിത്രത്തിൽ ഈ ദൂരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കും. അത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ആ ഒരു ചിത്രം നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാവോ നോക്കാം. ചിത്രത്തിൽ വസ്തു OBയിലേക്ക് അകലം സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് അക്ഷരം ഉപയോഗിച്ചാണ്? OB എന്ന് കൊടുക്കാൻ കാരണം വസ്തുവിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് എന്നല്ലേ പറയാ അല്ലെ. വസ്തുവിനെ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് എന്നാണ് പറയാ. പ്രതിബിംബത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇമേജ് എന്നാണ് പറയാ അല്ലെ. അപ്പോൾ OB വസ്തു OB ആദ്യത്തെ 2 അക്ഷരം കൊടുത്തു. അടുത്തത് IM നോക്ക്. IM ഇമേജ് അല്ലെ, പ്രതിബിംബം അല്ലെ. 2 അക്ഷരങ്ങൾ, ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് വസ്തുവിനും പ്രതിബിംബത്തിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒബ്ജക്റ്റിനും ഇമേജിനും നമ്മൾ കൊടുത്തിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ വസ്തുവിലേക്കുള്ള അകലം സൂചിപ്പിച്ചിരിക്കുന്നത് ഏതക്ഷരം ഉപയോഗിച്ച വസ്തുവിലേക്കുള്ള അകലം ഏതക്ഷരം ഉപയോഗിച്ച? യു അല്ലെ. എന്താണ്? യു വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചിത്രത്തിൽ വി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഏത് അകലത്തെയാണ്? ഈ ഒരു വി എന്നുള്ള അക്ഷരം ഇവിടെ നിന്നും ഇവിടത്തേക്കുള്ള അല്ലെ, ഇവിടെ നിന്നും ഒപ്റ്റിക് കേന്ദ്രത്തിൽ നിന്നും പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് അല്ലെ. അതാണ് എന്തെന്ന്? വി അല്ലെ. പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് എന്ത്? വി അല്ലെ. എഫ് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഏത് അകലത്തെയാണ്? ഈ ഒരു എഫ് എന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ. അതെന്താ? ഒപ്റ്റിക് കേന്ദ്രം മുതൽ പ്രകാശിക കേന്ദ്രം മുതൽ എഫ് വരെ, ഫോക്കസ് വരെയുള്ള ദൂരത്തെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്താണ്? ഫോക്കസ് ദൂരമാണ് അല്ലെ. എന്താണ്? ഫോക്കസ് ദൂരമാണ്. ഫോക്കസ് ദൂരത്തിനെ അടയാളപ്പെടുത്തുന്ന ലെറ്റർ ഏതാണ്?
എഫ് ആണ് അല്ലേ. ചെറിയ അക്ഷരം എഫിനെ കൊണ്ടാണ് ഫോക്കസ് ദൂരത്തിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. 3 കാര്യങ്ങൾ ഏതൊക്കെയാണത്? 3 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എഫ് പഠിച്ചു, യു പഠിച്ചു, വി പഠിച്ചു. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോക്കസ് ദൂരം അല്ലേ. ഫോക്കസ് ദൂരമാണ് എഫ്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വസ്തുവിലേക്കുള്ള അകലം അല്ലേ. വസ്തുവിലേക്കുള്ള അകലം. വി എന്തെന്നാ? പ്രതിബിംബത്തിലേക്കുള്ള അകലം അല്ലെ. പ്രതിബിംബത്തിലേക്കുള്ള അകലം. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം, യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിലേക്കുള്ള അകലം, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള അകലം. ഈ 3ഉം പഠിച്ചു വെക്കുക കേട്ടോ. ലെൻസുകൾ മാറുന്നതിനനുസരിച്ചും വസ്തുവിന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ചും ലെൻസുമായി ബന്ധപ്പെട്ട് നാം എടുക്കുന്ന അളവുകൾക്ക് അനുയോജ്യമായ ചിഹ്നങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്താണ്? ലെൻസുകൾ മാറുന്നതനുസരിച്ച്, അതായത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒക്കെ ഉണ്ടാവില്ലേ, അത് മാറുമ്പോൾ നമ്മൾ എന്താ? ലെൻസുമായി ബന്ധപ്പെട്ട അളവുകൾ ഉണ്ടാവും. ഇപ്പോൾ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വസ്തുവിലേക്കുള്ള ദൂരം ചിലപ്പോൾ നമ്മൾ പ്ലസ് ആക്കി എടുക്കും, ചിലപ്പോൾ നമ്മൾ മൈനസ് ആക്കി എടുക്കും. അതുപോലെ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ചിലപ്പോൾ പ്ലസ് എടുക്കും, ചിലപ്പോൾ മൈനസ് എടുക്കും. അങ്ങനെ ഇടക്ക് പ്ലസ് ആയിരിക്കും, ഇടക്ക് മൈനസ് ആയിരിക്കും. ഇതിങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ നമ്മൾ എന്താ? ഇതിനും അനുയോജ്യമായ ചിഹ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ലെൻസിന്റെ എഫും യുവും വിനൊക്കെ ചിഹ്നങ്ങൾ തരുന്ന ആളെ പേരാണ് കാർട്ടീഷ്യൻ ചിഹ്ന രീതി. എന്താണ്? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ലെൻസുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഗണിത പ്രശ്ന നിർദ്ധാരണം ചെയ്യുമ്പോൾ അളവുകൾക്ക് അനുയോജ്യമായ ചിഹ്നങ്ങൾ നൽകേണ്ടതുണ്ട്. ലെൻസുകളിൽ പൊതുവായി ഈ നിയമങ്ങൾ ഉപയോഗിക്കാം അല്ലെ. ലെൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോൺകേവ് ലെൻസും ഉണ്ട്, കോൺവെക്സ് ലെൻസും ഉണ്ട് അല്ലെ. ആ ലെൻസുകളിൽ നമ്മൾ ഓരോരു ചിഹ്നം കൊടുക്കേണ്ടതായിട്ടുണ്ട്. യുവിന് ചിലപ്പോൾ പോസിറ്റീവ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നെഗറ്റീവ് കൊടുക്കേണ്ടി വരും. വിന് ചിലപ്പോൾ നെഗറ്റീവ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പോസിറ്റീവ് കൊടുക്കേണ്ടി വരും. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ ആരെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്? കാർട്ടീഷ്യൻ ചിഹ്ന രീതിക്കനുസരിച്ചാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അളവുകൾ കൊടുക്കുന്നത്, അളവുകൾക്ക് ചിഹ്നങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ 3 നിയമങ്ങളാണ് നമുക്കുള്ളത്. എന്താണ്? 3 നിയമങ്ങളാണ് ഉള്ളത്. ഞാനൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇതെന്താണ്? പ്രകാശിക കേന്ദ്രമാണ്. എന്താണ്? പ്രകാശിക കേന്ദ്രം. ഇതെന്താണ്? ഫോക്കസുകളാണ് അല്ലെ. നമ്മളുടെ ഫോക്കസുകളാണ് ഇത് രണ്ടും. ഓക്കെ, ഫോക്കസുകളും വരച്ചു കഴിഞ്ഞു. ഇനി എന്താ? ഒബ്ജക്റ്റ് വേണം അല്ലെ. ഞാനിപ്പോൾ വസ്തുവിനെ ഞാൻ ഇവിടെ വെച്ചെന്ന് വിചാരിക്കും. എനിക്ക് ഇമേജ് ഏകദേശം ഇവിടെയും കിട്ടിയെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി. വസ്തുവിനെ ഞാൻ ഏകദേശം ഇവിടെ വെച്ച് പ്രതിബിംബം ഇവിടെയും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ വസ്തുവിലേക്ക് നിന്നുള്ള വെളിച്ചം എങ്ങനെയായിരിക്കും പതിക്കുക? ഇങ്ങനെയായിരിക്കൂലേ പതിക്കുക. കാരണം എന്താ? ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലെൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ലൈറ്റ്, പ്രകാശം പതിക്കുക എങ്ങനെയാ? ഇങ്ങോട്ടേക്കാണ് അല്ലെ. അപ്പൊ പതനരശ്മി എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ് അല്ലെ. എന്താണ്? പതനരശ്മി ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം 40 ആണെന്ന് വിചാരിക്കും. ഇമേജിലേക്കുള്ള ദൂരം 50 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു വസ്തുവിലേക്കുള്ളതും പ്രതിബിംബത്തിലേക്കുള്ളതും ദൂരങ്ങളെ അളക്കുക എപ്പോഴും ഈ ഒരു പ്രകാശിക കേന്ദ്രമുണ്ടല്ലോ, ഈ ഒരു പ്രകാശിക കേന്ദ്രം മുതൽ വസ്തു എവിടെയാണോ നിൽക്കുന്നത് അവിടം വരെയുള്ള ദൂരമാണ് എന്ത്? വസ്തുവിന്റെ ദൂരം. അതുപോലെ പ്രതിബിംബത്തിന്റെ ദൂരം എങ്ങനെ അളക്കുക? ഈ ഒരു പ്രകാശിക കേന്ദ്രം മുതൽ ഇത് നിൽക്കുന്നത് വരെയുള്ള അല്ലെ, പ്രകാശിക കേന്ദ്രം മുതൽ ആ വസ്തു എവിടെയാണോ ഉള്ളത് അവിടം വരെയുള്ള അല്ലെ, അതാണ് ദൂരം അല്ലെ. ഇനിയിപ്പോ ഫോക്കസ് ദൂരമാണ് അളക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം? ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെയുള്ള. ഇനിയിപ്പോ ഇവിടം വരെയുള്ള അളക്കണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെയുള്ള. ഇനിയിപ്പോ ഇവിടെ ഉള്ള ഒരു പോയിന്റ് അളക്കണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാ ചെയ്യാം? ഇവിടം മുതൽ ഇവിടം വരെ, അല്ലാണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള അല്ല അളക്കേണ്ടത്. ഇങ്ങനെയല്ല അളക്കേണ്ടത്. എങ്ങനെ അളക്കേണ്ടത്? പ്രകാശിക കേന്ദ്രം മുതലുള്ള ദൂരമാണ് അളക്കേണ്ടത്. ഇല്ലാണ്ട് ഇങ്ങേക്ക് നമ്മൾ അളക്കാൻ പാടില്ല.
എപ്പോഴും എന്താണ്, എപ്പോഴും നമ്മൾ ദൂരങ്ങൾ അളക്കുമ്പോൾ എവിടെ നിന്ന് എവിടത്തേക്ക് അളക്കണം? പ്രകാശിക കേന്ദ്രം മുതൽ, എന്താണ്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ് നമ്മൾ ദൂരങ്ങൾ അളക്കേണ്ടത്. അതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ആണ് അത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ് നമ്മൾ ഏതൊരു ദൂരവും അളക്കേണ്ടത്. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് സെയിം കോൺവെക്സ് ലെൻസ് തന്നെ വരക്കുന്നുണ്ട്. പ്രകാശിക കേന്ദ്രമുണ്ട്, പ്രകാശിക അക്ഷവും ഉണ്ട് കേട്ടോ. ഫോക്കസ് എളിയോ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്, ഒരു വസ്തുവിനെ വെച്ചിട്ടുണ്ട്. വസ്തുവിൽ നിന്നുള്ള രശ്മി എങ്ങനെയായിരുന്നു പതിക്കുക? ഇങ്ങനെയാണ് അല്ലെ. പതനരശ്മി ഇങ്ങനെയാണ് അല്ലെ. പതനരശ്മിന്റെ ഡയറക്ഷൻ, ദിശ എങ്ങനെയാ? ഇങ്ങോട്ടേക്കാണ് അല്ലെ. ഇനിയിപ്പോ ഇതൊരു വസ്തുവാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇവിടെ ഇമേജും ഉണ്ടായെന്ന് വിചാരിക്കും, IM, ഇത് OBയും ആണെന്ന് വിചാരിക്കും. ഇവിടത്തേക്കുള്ള ദൂരം 30 സെന്റിമീറ്ററും ഇവിടത്തേക്കുള്ള ദൂരം 40 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ അളക്കുക? പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് 30 സെന്റിമീറ്റർ അല്ലെ. പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെ. ഇവിടെ എങ്ങനെയാ? പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് 40 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? U ആണ് അല്ലെ, വസ്തുവിലേക്കുള്ള ദൂരം. 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? V ആണ് അല്ലെ. V എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അല്ലെ. വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാത്രം വാല്യൂസ് മാത്രം കൊടുത്താൽ പോരാ അല്ലെ. അതിന് അനുയോജ്യമായ എന്ത് കൊടുക്കണം? അളവുകൾ മാത്രം കൊടുത്താൽ പോരാലോ. ഇതിന് അനുയോജ്യമായ ചിഹ്നം കൂടി നമുക്ക് കൊടുക്കണം. ഇനി ചിഹ്നം കൊടുക്കുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രകാശരശ്മി, അതായത് പതനരശ്മിന്റെ ദിശ എങ്ങനെയാ? ഇങ്ങനെ അല്ലെ. പതനരശ്മി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ വസ്തുവിലേക്കുള്ള ദൂരം എങ്ങനെയാ അളക്കുക? ഇവിടെ നിന്ന് ഇവിടത്തേക്ക്, അപ്പോ ഇങ്ങോട്ടേക്കല്ലേ വരും അല്ലെ. ഇവിടെ നിന്ന് ഇവിടത്തേക്ക്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത് അല്ലെ. എതിർ ദിശയിലല്ലേ ഉള്ളത്. എതിർ ദിശയിൽ ആണെങ്കിൽ അതിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതെന്തായിരിക്കും? 30 സെന്റിമീറ്റർ എന്നുള്ള എന്തായിരിക്കും? -30 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് നോക്കാം. പതനരശ്മി എങ്ങനെയാ? പതനരശ്മി ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. നമ്മൾ വാല്യൂ, അളവ് എങ്ങനെ എടുക്കുക? ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ. ഇവിടുന്ന് ഇവിടത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ദിശയിൽ തന്നെയാണ് അല്ലെ. രണ്ടും എന്താണ്? പതനരശ്മിയും ഈ അളക്കുന്നതും ഒരേ ദിശയിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇതെന്ത് വരും? +40 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും അല്ലാത്തവ എതിർ ദിശയിൽ നെഗറ്റീവുമായി പരിഗണിക്കേണ്ടതാണ്. എന്താണ്? പതനരശ്മിയുടെ അതേ ദിശയിലാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എതിർ ദിശയിലാണെങ്കിലോ നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഒരു കോൺവെക്സ് ലെൻസ് തന്നെ വരക്കാം അല്ലെ. ഒരു കോൺവെക്സ് ലെൻസ് വരച്ച് പ്രകാശിക കേന്ദ്രം വരച്ച് പ്രകാശിക അക്ഷം വരച്ച് പിന്നെ എന്താ? ഫോക്കസുകളും വരച്ച് അപ്പുറം ഇപ്പുറം എന്താ? F1 F2 ഒക്കെ ഉണ്ട്. ഇവിടെ ഞാനൊരു വസ്തുവിനെ വെച്ച് ഇവിടെ എന്തുണ്ടായി? അതിന്റെ പ്രതിബിംബവും ഉണ്ടായി. ഇത് ഒരു വസ്തുവാണ്, ഇതെന്താണ്? പ്രതിബിംബവും ആണ്. ഈ പ്രകാശിക അക്ഷത്തിന് മേലേക്കുള്ളത് ഒക്കെ എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതുപോലെ ഈ പ്രകാശിക അക്ഷത്തിന് താഴേക്കുള്ളത് ഒക്കെ നമ്മൾ എങ്ങനെയായിട്ടാണ് എടുക്കുന്നത്? നെഗറ്റീവുമായിട്ടാണ് എടുക്കുക. എന്താ? പ്രകാശിക അക്ഷത്തിന് മുകളിലേക്ക് അളക്കുന്ന എല്ലാ അളവുകളും എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ തന്നെ പ്രകാശിക അക്ഷത്തിന് താഴേക്കുള്ളത് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? നെഗറ്റീവുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് 3 നിയമങ്ങൾ. ഏതൊക്കെയായിരുന്നു 3 നിയമങ്ങൾ? ആദ്യത്തെ നിയമം എന്തായിരുന്നു? നമ്മൾ എന്തെങ്കിലും അളവുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ അളവുകളൊക്കെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്? പ്രകാശിക കേന്ദ്രം അല്ലെ. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ആണ് നമ്മൾ ദൂരങ്ങളൊക്കെ അളക്കേണ്ടത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ?
പതനരശ്മി അല്ലെ, പതനരശ്മിന്റെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ എല്ലാം എന്താണ്, പോസിറ്റീവായിട്ടും അല്ലാത്തവയൊക്കെ എങ്ങനെയാണ്, നെഗറ്റീവായിട്ടുമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി ലാസ്റ്റ് വൺ, മൂന്നാമത്തത് എന്താ, പ്രകാശികാക്ഷത്തിന് മുകളിലേക്ക് അളക്കുന്ന അളവുകൾ പോസിറ്റീവായിട്ടും താഴേക്കുള്ളതൊക്കെ എന്തായിട്ടുമാണ്, നെഗറ്റീവായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഈ 3 പോയിന്റുകളും വെച്ചിട്ടാണ് നമ്മൾ ഒരു ലെൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താ നമ്മൾ ലെൻസുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ യുവിന് പോസിറ്റീവ് ആണോ വിന് പോസിറ്റീവ് ആണോ അതൊക്കെ നമ്മൾ ഈ ഒരു കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പൊതുവായ സമവാക്യം ഉപയോഗിച്ച് ഗണിത പ്രശ്ന നിർദ്ധാരണം നടത്താൻ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിലൂടെ സാധിക്കുന്നു. വസ്തു ലെൻസിന്റെ ഇടതുവശത്താണോ വലതുവശത്താണോ എന്ന് പരിഗണിക്കേണ്ടതില്ല. ചിത്രം 2.22 AB നിരീക്ഷിച്ച് കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിലൂടെ അടിസ്ഥാനത്തിൽ പട്ടിക 2.6 പൂർത്തിയാക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, എ എന്ന് പറഞ്ഞ ചിത്രവും ബി എന്ന് പറഞ്ഞ ചിത്രവും 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നമുക്ക് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടേബിളിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ എന്താണുള്ളത്, അളവുകൾ അല്ലെ, അളവുകൾ ഏതിൻ്റെയൊക്കെ അളവുകളാണ് നമുക്ക് നോക്കേണ്ടത്, യു വി എഫ് എച്ച് ഒ എച്ച് ഐ. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വസ്തുവിലേക്കുള്ള ദൂരം അല്ലെ, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫോക്കസ് ദൂരം അല്ലെ, എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിൻ്റെ നീളം കേട്ടോ, വസ്തുവിൻ്റെ നീളം ഉണ്ടാവൂല, അതായത് ഇതിപ്പോൾ ഇത് വസ്തുവാണെന്ന് വിചാരിക്കുക, ഇതെന്താണ് പ്രതിബിംബമാണെന്ന് വിചാരിക്കുക, ഈ വസ്തുവിനൊരു നീളം ഉണ്ടാവുമല്ലോ അല്ലെ, ഈ നീളത്തെയാണ് നമ്മൾ എച്ച് ഒ എന്ന് പറയുന്നത്. എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ നീളം. ഓ എന്ന് വരാൻ കാരണം വസ്തുവിന് ഒബ്ജക്റ്റ് അല്ലെ, ഇമേജിന് ഇമേജ്, പ്രതിബിംബത്തിന് ഇമേജ് എന്നും പറയും. അപ്പൊ ഈ ഓ ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ ഐയുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒബ്ജക്റ്റ് ദൂരത്തിൽ, വസ്തുവിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം, പിന്നെ എന്താ വസ്തുവിൻ്റെ നീളം, പിന്നെ പ്രതിബിംബത്തിന്റെ നീളം, ഇതാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താ, ചിത്രം 2.2 എയും 2.2 ബിയും ഉണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട് അല്ലേ, 2 കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. ഈ കോൺവെക്സ് ലെൻസ് എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റ് ആണ് അല്ലേ, വസ്തുവാണ്. എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇമേജ് ആണ് അല്ലേ, അത് മാറിപ്പോവരുത്, ഒബ്ജക്റ്റും ഇമേജും. ഇതാ ഈ ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രം മുതൽ ഇവിടം വരെയുള്ള നീളം അല്ലെ, അതാണ് എന്തെന്ന്, യു അല്ലെ, അതാണ് യു. ഇവിടെ യു എത്ര തന്നിട്ടുള്ളത്, യു എങ്ങനെയാ, യു ഇസ് ഈക്വൽ ടു ഒന്നാമത്തെയാണ് നോക്കുന്നത്, ഇവിടെ നമുക്ക് രണ്ടാമത്തെ എഴുതാം. ഓക്കെ, യു എന്താണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം അല്ലെ, ഇവിടുന്ന് ഇവിടത്തേക്ക്. അപ്പൊ എങ്ങോട്ടേക്ക് അളക്കണം, ഇങ്ങോട്ടേക്ക് അളക്കണം അല്ലെ. പ്രകാശരശ്മി എങ്ങനെയാ, ഇങ്ങോട്ടേക്കാണ് അല്ലെ, പ്രകാശരശ്മി ഇങ്ങോട്ടേക്കാണ്, നമ്മൾ അളക്കുന്നതോ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഒബ്ജക്റ്റ് വസ്തുവിലേക്കുള്ള ദൂരം എന്തായിരിക്കും, 25 പക്ഷെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം അല്ലെ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ട് കൊടുത്തത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല, എതിർദിശയിലാണ് ഉള്ളത് അല്ലെ. ഇനി രണ്ടാമത്തേലുള്ളതോ, രണ്ടാമത്തേല് എച്ച് ഐ ആണ് ഇവിടെ ഉള്ളത്. എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം അല്ലെ, എച്ച് ഒ നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലെ, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഇവിടെ നിന്ന് ഇവിടത്തേക്ക്, അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് അളക്കേണ്ടത്. പതനരശ്മി എങ്ങനെയാണുള്ളത്, ഇങ്ങോട്ടേക്കാണുള്ളത്, അപ്പോൾ രണ്ടും എതിർ ദിശയിലാണുള്ളത് അല്ലെ. അപ്പം എന്താണ് ഇവിടുത്തെ യു എന്താണ്, -25 സെന്റിമീറ്റർ തന്നെ അല്ലെ, -25 സെന്റിമീറ്റർ. ഇനി അടുത്ത വി നോക്കണം അല്ലെ. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇമേജിലേക്കുള്ള ദൂരം അല്ലെ, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നോക്കാം. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയാ, 100 അല്ലെ. ഓക്കെ, അപ്പൊ ദൂരം എത്ര കിട്ടി, 100 കിട്ടി. ഇനി അതിന് ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് അളന്നത് അല്ലെ. പതനരശ്മി എങ്ങനെയാ, ഇതേ ദിശയിലേക്ക് തന്നെയാ അല്ലെ. അപ്പൊ രണ്ടും ഒരേ ദിശയിലേക്കാണുള്ളത്. അപ്പൊ എന്ത് വരും, +100 സെന്റിമീറ്റർ എന്ന് വരും.
ഇനി ഇതിൻ്റെ നോക്കാം. ഇതിൻ്റെ എവിടെയാണ് ഉള്ളത് ഇമേജ്? ഇവിടെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര? 100 അല്ലേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 100 ഇതിൻ്റെ ദിശ എങ്ങനെയാ? ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ്. പതനരശ്മിയോ ഇങ്ങനെ. അപ്പോൾ രണ്ടും ഒരേ ദിശയിലേക്കാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വിയും എത്രയാണ്? പ്ലസ് 100 സെൻറ്റിമീറ്റർ കിട്ടിയില്ലേ? ഇനി ഫോക്കസ് നോക്കണം അല്ലേ? എഫ് നോക്കണം. ഫോക്കസ് ദൂരം നോക്കണം അല്ലേ? ഫോക്കസ് ദൂരം ഇവിടുന്ന് എഫ് വരെയുള്ള ദൂരം എത്രയാ? 20 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അളക്കേണ്ടത്? ഇങ്ങനെ അല്ലേ? ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ. പതനരശ്മി ഇങ്ങനെയാ? ഇങ്ങനെ. രണ്ടും എന്താ? ഒരേ ദിശയിലേക്കാണുള്ളത്. അപ്പം എന്ത് വരും? പ്ലസ് 20 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ഇവിടുത്തെ നോക്ക്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 20 അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും. പതനരശ്മിയോ അതും ഇങ്ങനെ തന്നെ. രണ്ടും ഒരേ ദിശയിലേക്കാണ് അല്ലേ? അപ്പം അതെന്ത് വരും? പ്ലസ് 20 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ. ഇനി എന്താണ് എച്ച് ഒയും എച്ച് ഐയും എന്നാ നോക്കണം. എച്ച് ഒ അല്ലേ? എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? വസ്തുവിൻ്റെ നീളം. എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാലോ? പ്രതിബിംബത്തിൻ്റെ നീളം അല്ലേ? പ്രതിബിംബത്തിൻ്റെ നീളം. എച്ച് ഒ എന്താ? പ്രകാശിക അക്ഷത്തിന് മുകളിലുള്ളതൊക്കെ എന്താണ്? പോസിറ്റീവും താഴെയുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവുമാണ്. എച്ച് ഒ എവിടെയാ? പ്രകാശിക അക്ഷത്തിന് പ്രകാശിക അക്ഷത്തിന് മുകളിലാണുള്ളത്. അപ്പം എന്ത് വരും? +1 അല്ലേ? +1 സെൻറ്റിമീറ്റർ. ഇവിടുത്തെ എച്ച് ഒ എങ്ങനെയുള്ളത്? മേലെ ആയിട്ടാണുള്ളത് അല്ലേ? പ്രകാശിക അക്ഷത്തിന് മുകളിലായിട്ടാണുള്ളത്. അപ്പം എന്ത് വരും? +1 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് എന്താണ്? എച്ച് ഐ ആണല്ലോ ഇത്. ഇതെന്താ? പ്രകാശിക അക്ഷത്തിന് താഴെയാണുള്ളത് അല്ലേ? അപ്പം എന്ത് വരും? -4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടുത്തെ എച്ച് ഐയോ? ഇതും താഴെയാണുള്ളത് അല്ലേ? പ്രകാശിക അക്ഷത്തിന്. അപ്പം എന്ത് വരും? -4 സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെ വരും. ഓക്കെ. അപ്പം ഈ ടേബിളിൽ എങ്ങനെയാ വരിക? യു നമുക്ക് നെഗറ്റീവ് കിട്ടി അല്ലേ? എത്ര കിട്ടിയിട്ടുള്ളത്? -25 കിട്ടി. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതനരശ്മിയുടെ വിപരീത ദിശയിൽ അളക്കുന്ന കൊണ്ട് മൈനസ് വന്നു അല്ലേ? ഇവിടെ എന്തിനാ മൈനസ് വന്നു? കാരണം വിപരീത ദിശയിലായിരുന്നു അല്ലേ? വി എത്ര കിട്ടിയത് നമുക്ക്? +100 കിട്ടിയിട്ടുള്ളത്. ഇവിടെയും +100 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താ? വിപരീതമാണോ? അല്ല, അതേ ദിശയിലാണ് അളന്നത് അല്ലേ? സെയിം ഡയറക്ഷനിൽ അല്ലേ? അതേ ദിശയിൽ അളന്നത് കൊണ്ട് പോസിറ്റീവ് വന്നു. എഫ് എത്ര കിട്ടിയിട്ടുള്ളത്? +20 അല്ലേ? ഇവിടെയും +20. കാരണം എന്താ? പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയുടെ അതേ ദിശയിൽ അളന്നത് കൊണ്ട് +20 വന്നു അല്ലേ? എച്ച് ഒ എത്രയായിരുന്നു കിട്ടിയിട്ടുള്ളത്? +1 സെൻറ്റിമീറ്റർ. ഇവിടെയും +1 സെൻറ്റിമീറ്റർ അല്ലേ? കാരണം എന്താ? പ്രകാശിക അക്ഷത്തിന് മുകളിൽ അളന്നത് കൊണ്ട് പോസിറ്റീവ് ആയി അല്ലേ? എച്ച് ഐ എന്തായിരുന്നു? നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് -4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? -4 സെൻറ്റിമീറ്റർ. കാരണം എന്താ? പ്രകാശിക അക്ഷത്തിന് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് നെഗറ്റീവും വന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സൈന് കൊടുക്കേണ്ടത് കേട്ടോ. കാർട്ടീഷ്യൻ ചിഹ്ന രീതി വെച്ചിട്ട് നമ്മൾ യുവിനും വിനും എഫിനും എച്ച് ഒനും എച്ച് ഐക്കും ഒക്കെ നമ്മൾ പതനരശ്മി എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം? ചിഹ്നം ഇട്ട് കൊടുക്കണം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ഒരു ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനത്തെ സ്വാധീനിക്കുന്നത് വസ്തുവിന്റെ സ്ഥാനവും ലെൻസിന്റെ ഫോക്കസ് ദൂരവുമാണ്. ഇവ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ലെൻസ് സമവാക്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമേജ്, ഒരു പ്രതിബിംബം രൂപീകരിക്കണമെങ്കിൽ നമ്മൾ വസ്തുവിനെ എവിടെ വെക്കണം എന്ന് ആദ്യം തീരുമാനിക്കണം. അതുപോലെ തന്നെ ആ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആൾക്കാരെയും, ആരെയൊക്കെ? ഫോക്കസ് ദൂരത്തിനെയും വസ്തുവിൻ്റെ ദൂരത്തിനെയും പിന്നെ പ്രതിബിംബത്തിൻ്റെ ദൂരത്തിനെയും, ഈ 3 ആൾക്കാരെയും കൂട്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതാണ് 1/f = 1/v - 1/u. എന്താണ്? 1/f = 1/v - 1/u. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെൻസ് സമവാക്യം. എന്താണ്? ലെൻസ് സമവാക്യം. ഈ സമവാക്യത്തിന് വിളിക്കുന്ന പേരാണ് ലെൻസ് സമവാക്യം. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയും യുവും തരും. അതായത്
വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തന്നിട്ട് എഫ് കണ്ടുപിടിക്കാനായിട്ട് പറയും. ചിലപ്പോൾ എഫും വിയും തരും എന്നിട്ട് യു കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ എഫും യുവും തരും എന്നിട്ട് വി കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? ഇതാണ്. ഈ ഇക്വേഷന്റെ പേര് എന്താണ്? ലെൻസ് സമവാക്യം. 1/f = 1/v - 1/u എന്നാണ് നമ്മളുടെ ലെൻസ് സമവാക്യം. ആ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിലും കൂടി മാറ്റി എഴുതാം. ആ രീതിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് LCM ശരിയാക്കാമല്ലോ അല്ലെ. ഇതിപ്പോ 1/2 - 1/3 ആണ് എന്ന് വന്നേന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ അടിഭാഗം ശരിയാക്കും അല്ലെ. അടിഭാഗം എങ്ങനെയാ ശരിയാക്കുക? ഈ 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഇതിനെ 2നും ഗുണിച്ചെയ്തു അല്ലെ. അപ്പൊ 3 - 2/2 × 3 അല്ലെ, 2 × 3. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് അല്ലെ. 1/f = യുവിനെ മേലേക്ക് കൊണ്ടുപോയി, വിനെയും മേലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അടിയിൽ ഇവരെ രണ്ടാളെയും ഗുണിച്ചെയ്ത്. അപ്പൊ എന്ത് വരും? യു അല്ലെ, യു മൈനസ് വി അല്ലെ, യു മൈനസ് വി ഡിവൈഡഡ് ബൈ യു വി എന്ന് വരും അല്ലെ. യു മൈനസ് വി ബൈ യു വി. എഫ് അല്ലേ കണ്ടത്? അപ്പൊ എന്ത് ചെയ്യാ? നേരെ തലതിരിച്ചിടുക. അപ്പൊ ഇത് മേലെ വരും, ഇതും മേലെ വരും, ഇതെന്ത് ചെയ്യും? ഇത് താഴെയും വരും. അപ്പോൾ എഫ് = യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. ഇതും എന്ത് തന്നെയാണ്? നമ്മളുടെ ലെൻസ് സമവാക്യമാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. കാരണം ഇത് LCM ഒന്നും ശരിയാക്കാത്തതല്ല. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ് ഇത്. പ്രോബ്ലംസിനൊക്കെ മിക്കതിലും ചോദിക്കുക ഇതാണ് കേട്ടോ. എഫ് = യു വി ബൈ യു മൈനസ് വി. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ച് ബൈഹാർട്ടാക്കി വെക്കുക കേട്ടോ. യു വി ബൈ യു മൈനസ് വി. ഓക്കെ. ഇനി ചിത്രം നിരീക്ഷിച്ച് വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കും. ഇവിടെ വസ്തുവിലേക്കുള്ള അകലം OB എന്താ? വസ്തുവാണ്. IM എന്താണ്? ഇമേജ് ആണ് അല്ലെ, പ്രതിബിംബവും ആണ്. ഇവിടെ വസ്തുവിലേക്കുള്ള അകലം, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള അകലം എത്രയാ? 90 അല്ലെ, 90 ആണ്. പ്രതിബിംബത്തിലേക്കുള്ള അകലമോ? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. ചിഹ്ന നിയമങ്ങൾ ഉപയോഗിച്ച് അളവുകൾ എഴുതുക. ചിഹ്ന നിയമങ്ങൾ ഉപയോഗിച്ച് എഴുതുക. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിലേക്കുള്ള അകലം, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള അകലം. ബി വസ്തുവിൽ നിന്നുള്ള ലൈറ്റ്, പതനരശ്മി എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ. പതനരശ്മി ഇങ്ങോട്ട്, നമ്മൾ വസ്തുവിലേക്കുള്ള അളവ് എടുക്കുന്നത് എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലെ എടുക്കുന്നത്. അപ്പൊ രണ്ടും എന്താ? എതിർദിശയിലാണ്. അപ്പോൾ 90 എഴുതിയിട്ട് എന്ത് എഴുതണം? എതിർദിശയായോണ്ട് മൈനസ് ഇട്ട് കൊടുക്കണം അല്ലെ, -90 സെന്റിമീറ്റർ. ഇനി വി നോക്കാം. പതനരശ്മി ഇങ്ങോട്ടേക്ക്, നമ്മൾ അളക്കുക എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അല്ലെ. രണ്ടും എന്താ? ഒരേ ദിശയിലേക്കാണുള്ളത്. അപ്പോൾ 30 സെന്റിമീറ്റർ എഴുതിയതിനു ശേഷം ചിഹ്നം എന്ത് കൊടുക്കണം? പ്ലസ് അല്ലെ, പ്ലസ് ഇട്ട് കൊടുക്കണം. അടുത്തത് ലെൻസിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ലെൻസിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ അറിയാൽ. ഇക്വേഷൻ എന്താ? എഫ് = യു വി ബൈ യു മൈനസ് വി അല്ലെ. ചെയ്യാം. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? -90 സെന്റിമീറ്റർ അല്ലെ, -90 ഇൻറ്റു വി എത്രയാ? +30 ഡിവൈഡഡ് ബൈ യു എത്രയാ? -90 -90 മൈനസ് വി എത്രയാ? +30 അല്ലെ, +30. ഇനി എന്ത് ചെയ്യാ? ഇതിനെ ഗുണിക്കുക അല്ലെ. 90 × 30 എത്രയാ? 270. പിന്നെ ഒരു 0 കൂടി അല്ലെ, ഡിവൈഡഡ് ബൈ എന്താ? ഇവിടെ എന്താ ചിഹ്നം ഉള്ളത്? മൈനസ് ഉണ്ട് അല്ലെ, ഒരു മൈനസ് ഇട്ടുകൊടുത്ത്. ഇനി എന്താ? രണ്ടും ഒരേപോലത്തെ ചിഹ്നം കാണുമ്പോൾ എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം അല്ലെ. 90 + 30 എത്രയാ? 120. ഇനി എന്താ? ഇവിടെ ചിഹ്നം ഏതായുള്ള? മൈനസ് അല്ലെ, മൈനസ്. അപ്പോൾ മൈനസിനെ കൊണ്ട് മേലെയും താഴെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? പോസിറ്റീവ് ആവും അല്ലെ, പ്ലസ് ആവും. അപ്പൊ ഇതെന്ത് വരും? 2700 ഡിവൈഡഡ് ബൈ 120 എന്ന് വരും. ഈ പൂജ്യവും വെട്ടി. അപ്പൊ എന്ത് വരും? 270/12 അല്ലെ, 270
70/12. അത് ഡിവൈഡ് ചെയ്യുക. 27 12 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം അല്ലേ? 2 പ്രാവശ്യം അല്ലേ? 2 ഇൻറ്റു 12 24. കുറച്ച് കഴിഞ്ഞാൽ 3 വരും അല്ലേ? ഈ 0 താത്തിയിടാം. 30 എത്ര പ്രാവശ്യം പോവും? അതും 2 പ്രാവശ്യം. 2 ഇൻറ്റു 12 24. കുറച്ച് കഴിഞ്ഞാൽ 6 വരും. ഇനി എന്താ? ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം 0 ഇറക്കിയിടാം അല്ലെ? 60 12 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ലെ? 5 ഇൻറ്റു 12 എത്ര? 60. ഇപ്പോൾ ആൻസർ എത്രയായിട്ട്? 22.5 അല്ലെ? 22.5 പ്ലസ് 22.5 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്താ കിട്ടിയിട്ടുള്ളത്? ഫോക്കസ് ദൂരമാണ് അല്ലെ? എന്താണ്? ഫോക്കസ് ദൂരമാണ് 22.5 സെന്റിമീറ്റർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫോക്കസ് ദൂരം 22.5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ ഒരു ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ്? ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണെങ്കിൽ ആ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താ? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? യഥാർത്ഥമാണ് അല്ലെ? ഫോക്കസ് ലെങ്ത് അല്ലെ? ഫോക്കസ് ദൂരം അല്ലെ? ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും അല്ലെ? കോൺവെക്സ് ആയിരിക്കും. ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ് കിട്ടിയതെങ്കിൽ അതെന്താണ്? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയതിനാൽ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണെന്നും ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്നും മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? സൈൻ കൺവെൻഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? കാർട്ടീഷ്യൻ ചിഹ്ന രീതി വെച്ചിട്ട് നമ്മൾ UVFന് സൈൻ ഇട്ട് കൊടുക്കുന്നത്, ചിഹ്നം ഇട്ട് കൊടുക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുഖ്യ ഫോക്കസ് ഉണ്ട്, വസ്തുവിലേക്കുള്ള ദൂരവുമുണ്ട്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരമുണ്ട്. ഈ ദൂരങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് എവിടത്തേക്കായിരുന്നു അളന്നിട്ടുള്ളത്? പ്രകാശിക കേന്ദ്രം മുതൽ വസ്തുവിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം മുതൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസിലേക്കുള്ള ദൂരം, ഇങ്ങനെയായിരുന്നു അളന്നിട്ടുള്ളത് അല്ലെ? പിന്നെ എന്താണ്? പ്രകാശിക അക്ഷത്തിന് മേലെ ആണെങ്കിൽ പോസിറ്റീവും താഴെ ആണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. പതനരശ്മിന്റെ അതേ ദിശയിലാണുള്ളതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, എതിർ ദിശയാണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു ലെൻസ് സമവാക്യം പഠിച്ചിട്ടുണ്ട് അല്ലെ? 1/f = 1/v - 1/u അല്ലെ? UV/u - v അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ വൃത്തിയിൽ നോട്ടിൽ എഴുതി പഠിച്ചു വെക്കുക. ഇതുവരെ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.